നമസ്കാരം. അങ്ങനെ വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെൻറ്റ് കടന്നിരിക്കുക. ലോക്സഭയും രാജ്യസഭയും ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ അത് നിയമമായി മാറും. പാർലമെൻറ്റിൽ ചുവടേറിയ ചർച്ചകൾക്കൊടുവിലാണ് ഇത് നിയമ ഭേദഗതി അംഗീകരിക്കപ്പെട്ടത്. ഏതായാലും കോൺഗ്രസ് ഇതിനെതിരെ കോടതിയിൽ പോകും, സുപ്രീം കോടതി സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. DMK പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ആ വിവാദം, ആ ചർച്ചകൾ ഉടനെയൊന്നും അവസാനിക്കുന്ന മട്ടില്ല. പറയാൻ വന്നത് ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടന്ന ചർച്ചകളും അതിന് വന്ന മറുപടികളും എല്ലാം നമ്മൾ കണ്ടതാണ്. 2 മലയാളി MPമാർ തമ്മിൽ പാർലമെൻറ്റിൽ ഏറ്റുമുട്ടുന്നതിന് സാക്ഷിയായ ദിവസമാണ് കടന്നു പോകുന്നത്. ബില്ല് രാജ്യസഭയിലെത്തുമ്പോൾ ഇടതുപക്ഷത്തു നിന്നുള്ള MP ജോൺ ബ്രിട്ടാസ് അദ്ദേഹം വളരെ നിശ്ചിതമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത്. ഇംഗ്ലീഷിൽ തുടങ്ങി മലയാളത്തിൽ അവസാനിച്ച ആ പ്രസംഗത്തിൽ മലയാള ഭാഗത്തായിരുന്നു പ്രകോപനം. അതായത് ഭരണകക്ഷി ബെഞ്ചുകളെ നോക്കി അദ്ദേഹം പറഞ്ഞു, 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിന് ഒറ്റുകൊടുത്ത യൂദാസ് നിങ്ങളുടെ ഇടയിലുണ്ട്, എമ്പുരാൻ സിനിമയിലെ മുന്ന നിങ്ങളുടെ ഇടയിലുണ്ട് എന്നൊക്കെ ബ്രിട്ടാസ് പറയുക. അതൊന്ന് കാണാം. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സാർ, 30 വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകരിക്കുന്നതാണ് സാർ. സാർ, കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമ. എമ്പുരാൻ സിനിമയിൽ കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സാർ. ജോൺ ബ്രിട്ടാസ് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇതിന് എന്നെക്കുറിച്ചാണോ എന്ന് സംശയം തോന്നിയിട്ടാവാം അതിന് മറുപടിയുമായി സാക്ഷാൽ സുരേഷ് ഗോപി ചാടി എഴുന്നേൽക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈയിടായിട്ട് ക്യാരക്ടർ വിട്ട് ക്യാരക്ടറിലേക്ക് മാറുകയാണ് എന്ന് പരക്കെ ഒരു സംസാരമുണ്ട്. നിൽക്കുന്ന നിലയ്ക്ക് അദ്ദേഹം സിനിമാ നടനാവും, അതേ വേഗതയിൽ തിരിച്ച് കേന്ദ്രമന്ത്രിയാവും. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ജോൺ ബ്രിട്ടാസിന് ഉത്തരം പറയാൻ എഴുന്നേൽക്കുന്ന സുരേഷ് ഗോപി. ആദ്യം ഉത്തരം പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. Now he needs to be reminded in the form of being taught some lessons. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടും ക്യാരക്ടർ വിട്ട് അദ്ദേഹം സിനിമാ നടൻ സുരേഷ് ഗോപിയിലേക്ക് മാറുക. വിത്ത് ഡയലോഗ്. Does he dare to have a re-release of 51 cuts TP Chandrasekharan? Left, right, left. BGM ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ഉണ്ട്, അതുകൊണ്ട് BGM ഇടുന്നില്ല. Please sit down. Listening. Through you, Please speak. 2 films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have... What is wrong? അല്ല, അങ്ങനെ കൊണ്ടും കൊടുത്തും അതങ്ങ് അവസാനിച്ചു. ബില്ല് രാജ്യസഭ പാസാക്കി. പിറ്റേന്ന് രാവിലെ സുരേഷ് ഗോപി നേരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയാണ്. അതുപോലെ കേന്ദ്രമന്ത്രി വരികയാണല്ലോ, അദ്ദേഹത്തെ കാണുന്നു, കാര്യങ്ങൾ ചോദിക്കണമല്ലോ. അങ്ങനെ മാധ്യമപ്രവർത്തകർ ചെല്ലുന്നു, വഖഫ് ബില്ലിനെ കുറിച്ച് ചോദിക്കുന്നു, ഉത്തരം പറഞ്ഞു തുടങ്ങുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുന്നമ്പത്തെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടത്. നിങ്ങൾ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഭാരതത്തിൽ ഈ കിരാതമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ചോദ്യം അവസാനിച്ചു. അടുത്ത ചോദ്യം ജബൽപൂരാണ്. നമുക്കറിയാം, മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിലെ പുരോഹിതനും കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ VSP പ്രവർത്തകരുടെ അക്രമത്തെക്കുറിച്ചുള്ള ചോദ്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ആ ചോദ്യം ചോദിക്കുന്നു. ഉത്തരം കേന്ദ്രമന്ത്രിയാണ് പറയേണ്ടത്, പക്ഷേ പറയുന്നത് സിനിമാ നടനായ ആ പഴയ സുരേഷ് ഗോപി. വീണ്ടും ഡയലോഗ് വിത്തൗട്ട് BGM. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. അതാണ് പുള്ളി ഇങ്ങനെ ക്യാരക്ടർ വിട്ട് ക്യാരക്ടറിലേക്ക് മാറുക. കേന്ദ്രമന്ത്രി സിനിമാ നടൻ കേന്ദ്രമന്ത്രി. ഇനിതാ
സിനിമാ താരം മാറി വീണ്ടും കേന്ദ്രമന്ത്രിയിലേക്കാണ്. ചോദ്യം മാധ്യമപ്രവർത്തകരെല്ലാം കൂടി ആവർത്തിച്ചു. അപ്പോൾ ജബൽപൂരിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി വരും. കേന്ദ്രമന്ത്രി ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. ഓക്കെ, കേന്ദ്രമന്ത്രി കഴിഞ്ഞേ വീണ്ടും സിനിമാ നടനിലേക്ക് മാറാൻ പോവാണ്. നോക്കിയോ, സിനിമാ നടനിലേക്ക് അദ്ദേഹം മാറുകയാണ്. പിന്നെ നിങ്ങൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അതാണ്, ഒരു രക്ഷയില്ല ഈ കളിയാണ്. കേന്ദ്രമന്ത്രി സിനിമാ നടൻ കേന്ദ്രമന്ത്രി. അവസാനം കഴിഞ്ഞ ദിവസം സഭയിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ആ വാചകം വീണ്ടും ചോദിച്ചു. അതായത് തൃശ്ശൂരുകാർക്കൊരു അബദ്ധം പറ്റിയതാണ്, അക്കൗണ്ട് പൂട്ടിക്കും എന്ന് ബ്രിട്ടാസ് പറഞ്ഞതിനെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. പറഞ്ഞ മറുപടി കണ്ടോ? അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത്. ഇത് ഏതക്ഷരം രണ്ടക്ഷരം മാറ്റണം എന്നൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. സംഭവം ആലോചിച്ചാൽ പല വലിയ വലിയ തെറിയിലേക്ക് നമ്മൾ ആലോചിക്കേണ്ടി വരും. അതുകൊണ്ട് അതങ്ങ് വിട്ടേരെ. ഈ ക്യാരക്ടർ ഇവിടുത്തെ പുള്ളിക്ക് തന്നെ എന്താണ് സംഭവം എന്ന് ഓർമ്മയില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. അതുകൊണ്ട് സുരേഷ് ഗോപിയോട് നമ്മൾ അനുതാപപൂർവ്വം പെരുമാറണം, അദ്ദേഹത്തെ അനുതാപപൂർവ്വം പരിഗണിക്കണമെന്നൊക്കെ ഇതിന് മറുപടിയായി ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട്. ഒരു കേന്ദ്ര സഹമന്ത്രിയാണെന്നുള്ളത് കറക്റ്റാണ്, പക്ഷേ ഗൗരവത്തിലെടുക്കരുത്. അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം. നടനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. പക്ഷെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണുന്നതിന് തരാറ് ഞാൻ പറയില്ല. ഏതായാലും ആശാസമരത്തിൽ 3 or 4 തവണ പിന്തുണയുമായി വന്ന കേന്ദ്രമന്ത്രി, അദ്ദേഹം വന്നത് കേന്ദ്രമന്ത്രിയായിട്ടില്ല, പഴയ സുരേഷ് ഗോപിയായിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ പ്രശ്നങ്ങൾ JP നദ്ദയോട് പറയാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയതാണ്, പിന്നെ വന്നിട്ടില്ല. സമരം ഏതാണ്ട് 54 ദിവസം പിന്നിടുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു. വീണ്ടും നമുക്ക് വഖഫ് ബില്ലിലേക്ക് വന്നാൽ BJP ആഗ്രഹിച്ചത് നടന്നിട്ടുണ്ട്. ബില്ലിൻ്റെ ചർച്ചയ്ക്കിടെ തന്നെ മുനമ്പമെന്ന് പലതവണ മന്ത്രി അടക്കമുള്ള BJP നേതാക്കൾ പറഞ്ഞതാണ്. മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ ബില്ല് പാസ്സാകണം എന്ന് നിലപാടെടുത്തവരാണ്. എത്രയോ ദിവസമായി അവിടെ സമരം ചെയ്യുന്ന മുനമ്പം പ്രദേശവാസികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ബില്ലിനെ കാണുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ബില്ല് ലോക്സഭയും രാജ്യസഭയും കണ്ടപ്പോൾ വലിയ ആഹ്ലാദത്തോടെയാണ് അവർ എതിരേറ്റത്. BJP നേതാക്കൾ മുനമ്പത്ത് ചെല്ലുന്നു, BJP നേതാക്കളെ സ്വീകരിക്കുന്നു. 50-ലധികം സമര പ്രവർത്തകർ സമരം ചെയ്തുകൊണ്ടിരുന്നതിൽ തന്നെ 50 പേർ കൈയോടെ BJP ആകുന്നു, മാലയിടുന്നു, മെമ്പർഷിപ്പ് എടുക്കുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രമേയം, ഇതുമായി ബന്ധപ്പെട്ട് പാസ്സാക്കിയ പ്രമേയം എടുത്ത് കടലിൽ ചവിട്ടുന്നു, തള്ളുന്നു. ആകെ ബഹളമാണ്. മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഈ ബില്ല് പാസ്സാകും എന്ന് പറഞ്ഞവർ അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ആശംസിക്കാനുള്ളത്. ഏതായാലും മുനമ്പത്തുകാർക്ക് നീതി കിട്ടട്ടെ. രണ്ടഭിപ്രായം നിലവിൽ തന്നെ ഉണ്ട്. അത് മുനമ്പത്തെ പ്രശ്നം ഈ ബില്ല് കൊണ്ട് പരിഹരിക്കപ്പെടില്ല എന്ന് പറയുന്നവരുണ്ട്, പരിഹരിക്കും എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ. ഇനി മുനമ്പത്തെ ബഹളമെല്ലാം കഴിഞ്ഞപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചു, അല്ല സാറേ, സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള തർക്കം രാജ്യസഭ എന്നൊക്കെ ചോദിച്ചു. പുള്ളിയുടെ മറുപടിയുടെ കേട്ടോ? അത് ഞാൻ ഇതിനെപ്പറ്റി എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ ഈ ഇൻപുട്ട് കൺവേ ചെയ്യാം, അത് മാത്രമല്ല എനിക്ക് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? കാണാം.